കുറച്ചു നേരം മീറ്റിംഗ് നീണ്ടു നിന്നു. മീറ്റിംഗ് കഴിഞ്ഞതും എല്ലാവരും പോയി. അവിടെ വരുണും ആർക്കെയും അനാമികയും വിക്രാന്തും മാത്രം തനിച്ചായി. എത്ര നാള് നീ ഈ ലോകത്തോടെല്ലാ സത്യങ്ങൾ മറച്ചു വെക്കും? ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കും? ആർക്കെ വരുണിനോട് ചോദിച്ചു. അത് കേട്ട് വരുൺ ആർക്കെയോട് പറഞ്ഞു, എൻ്റെ ലൈഫിൽ കുറച്ചു വർഷങ്ങളായി സിനിമയിൽ നടക്കുന്നത് പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നു. അതൊക്കെ ഉൾക്കൊണ്ട് വരുന്നേ ഉള്ളൂ. എനിക്കിനിയും സമയം വേണം. അത് പറഞ്ഞ ശേഷം അവൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി. ഒരു വർഷത്തിന് മുമ്പ് തൻ്റെ ജീവിതം മറ്റൊരു വഴിക്ക് മാറിയ ആ ദിവസം നാട്ടിലെ കൂട്ടുകാരോടൊപ്പം ഒത്തുകൂടി ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് വരുൺ. അവൻ്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു. എന്തോ വിലപ്പെട്ടത് സ്വന്തമാക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതോ പോലുള്ള ദുഃഖം. പെട്ടെന്നാണ് ആൽമരത്തിൻ്റെ മുമ്പിലെ റോഡിലൂടെ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ അവിടെ വന്നു നിന്നു. എന്നിട്ട് കാറിൻ്റെ ഡ്രൈവർ അവിടെ നിന്ന് ഒരു വയസ്സായ ചേട്ടൻ്റെ അടുത്ത് എങ്ങോട്ടോ വഴി ചോദിച്ചു. ആ വയസ്സായ വ്യക്തി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് വണ്ടി ചീറിപ്പാഞ്ഞു. ആ കാർ പോയ ശേഷം ആ വയസ്സൻ ആൽമരത്തിൻ്റെ അടുത്തേക്ക് വന്നു. വരുണിൻ്റെയും കൂട്ടുകാരുടെയും ഒപ്പം ഇരുന്നു. ശങ്കരേട്ടാ, ആരാ അവരെ? എങ്ങോട്ട് പോകാനാ വഴി ചോദിച്ചത്? വരുണിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അയാളോട് ചോദിച്ചു. അവർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാ ഇവൻ്റെ വീട്ടിലേക്കാണ് വഴി ചോദിച്ചത്. ശങ്കരൻ വരുണിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇവൻ്റെ വീട്ടിലേക്കോ? തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണത്, വരുണിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അതെ, അതും ഒരു തമിഴ്നാട് വണ്ടി ഇവൻ്റെ വീട്ടിലേക്ക്. നിന്റെ വീട്ടുകാരും തമിഴ്നാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടാ? വരുണിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ സംശയത്തോടെ എന്നോട് ചോദിച്ചു. ഏയ്, എനിക്കറിയില്ല. എന്നോട് ഇതുവരെ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല, വരുൺ മറുപടി പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് ശങ്കരൻ ഇടയിൽ കയറി പറഞ്ഞു. ഇവൻ്റെ അച്ഛൻ പണ്ട് തമിഴ്നാട്ടിലെ ഏതോ ഒരു കമ്പനിയിലായിരുന്നു ജോലി. അപ്പോഴത്തെ ഏതെങ്കിലും പരിചയക്കാരായിരിക്കും കാണാൻ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും വരുണിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഡിസ്പ്ലേയിൽ അച്ഛൻ എന്ന് തെളിഞ്ഞു കണ്ടതും അവൻ ഫോൺ എടുത്തു. ഹലോ അച്ഛാ? ആ ശരി, ദാ വരുന്നു. അതും പറഞ്ഞ് വരുൺ ഫോൺ വെച്ചു. അച്ഛനാ വിളിച്ചത്, എന്നോട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ. അതും പറഞ്ഞ് വരുൺ അവൻ്റെ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോയി. വരുൺ വീടെത്തിയതും അവൻ നേരത്തെ കണ്ട കാറ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ വീടിൻ്റെ മുന്നിൽ നിർത്തി സംശയത്തോടെ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ ഒരു മധ്യവയസ്കനായ വ്യക്തി ഹാളിൽ സോഫയിൽ ഇരിക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അയാളുടെ അടുത്ത് നിൽക്കുകയാണ്. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ടെൻഷനും ഭയവും സഹോദരിയുടെ മുഖത്ത് സംശയവും നിഴലിച്ച് കാണാം. വരുണിനെ കണ്ടതും വരുണിൻ്റെ അച്ഛൻ പറഞ്ഞു, നീ വേഗം ഒരുങ്ങിക്കോ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പോകണം. പക്ഷേ എന്തിന്? വരുണിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് വരുൺ സംശയത്തോടെ ചോദിച്ചു. എന്തിനാണ്, ഏതിനാണ് എന്നൊക്കെ ഞാൻ പോകുന്ന വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്ക്. അതും കേട്ടതും വരുൺ അച്ഛനോടൊന്നും പറയാൻ നിൽക്കാതെ അവൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം അവൻ ഒരുങ്ങി ഹാളിലേക്ക് വന്നു. ഞങ്ങൾ റെഡി, നമുക്ക് പോകാം, വരുണിൻ്റെ അച്ഛൻ സോഫയിലിരുന്ന ആ വ്യക്തിയോട് പറഞ്ഞു. അത് കേട്ടതും ആ വ്യക്തി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവരുടെ പുറകെ വരുണിൻ്റെ അച്ഛനും അമ്മയും വരുണും വരുണിൻ്റെ സഹോദരിയും നടന്നു. വരുണിൻ്റെ അച്ഛൻ കാറിൽ കയറുന്നതിന് മുമ്പ് വരുണിൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ അളിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരുന്നവരെ അവൻ ഇവിടെ ഉണ്ടാകും. അതും പറഞ്ഞ് വരുണും അച്ഛനും കാറിൽ കയറി. കാറിൽ പോകവേ വരുണിൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു തുടങ്ങി, നമ്മളിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്, നിൻ്റെ അച്ചാച്ചൻ്റെ അടുത്തേക്ക്. അതിന് അച്ഛൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതല്ലേ? നീ എന്നോട് ക്ഷമിക്കണം മോനെ. ഞാനിപ്പോൾ പറയുന്നത് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നെനിക്കറിയാം. തന്നെ സംശയത്തോടെ നോക്കുന്ന വരുണിനെ ഒന്ന് നോക്കി അവൻ്റെ അച്ഛൻ തുടർന്നു. ശരിക്കും ഞാൻ നിൻ്റെ സ്വന്തം അച്ഛനല്ല. നീ എൻ്റെ ഉറ്റ സുഹൃത്ത് വെട്രിവേലിൻ്റെ മകനാണ്. ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ഊട്ടിയിലെ ഒരു ആപ്പിൾ ഫാക്ടറിയുടെ ഓണറിൻ്റെ മകനാണ് വെട്രിവേൽ. ഒരു കോടീശ്വരൻ ആണെന്നുള്ള ഒരു അഹംഭാവവും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യൻ.
അവന് ഞാനെന്നാൽ അവിടുത്തെ ഒരു തൊഴിലാളി, അല്ലെങ്കിൽ അവൻ്റെ ചെങ്ങാതി എന്നതിലുപരി ഒരു സഹോദരനെ പോലെയായിരുന്നു. തൻ്റെ അച്ഛൻ പറയുന്നത് അമ്പരപ്പോടെ കേട്ടു നിൽക്കുകയാണ് വരുൺ. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകെ ഒരു ദിവസം ആ ഫാക്ടറിയിൽ കായേൽ എന്നൊരു അനാഥയായ ഒരു പെൺകുട്ടി ജോലിക്ക് വന്നു. അവൾ എൻ്റെ ഭാര്യയുമായി നല്ല ചങ്ങാതിയായി മാറി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. വെട്രിയുമായി കായൽ പരിചയമായി. അവരുടെ ആ പരിചയം സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും അവരുടെ ബന്ധം വളർന്നു. പക്ഷേ ഈ കാര്യം വെട്രിയുടെ വീട്ടിൽ എതിർത്തു. ആ എതിർപ്പിനെ എല്ലാം തരണം ചെയ്ത് അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. പക്ഷേ വെട്രിയുടെ അച്ഛന് ഒരു അനാഥ അവരുടെ മരുമോളായത് തീരെ പിടിച്ചില്ല. അങ്ങനെ അവർക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അവർ ആ നാട് വിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കാൻ തുടങ്ങി. പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു നാൾ മധുരയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ മരിച്ചു കിടക്കുന്ന കായേലിനെയും മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന വെട്രിയുമാണ് കണ്ടത്. അവൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ചെറിയ മുറിവുകളോടെ കിടക്കുന്ന 6 മാസം പ്രായമുള്ള നിന്നെ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നീ അപ്പോൾ ഞങ്ങളുടെ മകൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാണോ അല്ല, നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടോ ഞങ്ങൾ ആരോടും പറയാതെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ വരുണിൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. അദ്ദേഹം തന്നെ നിറകണ്ണുകളോടെ നോക്കുന്ന വരുണിനെ നോക്കി വീണ്ടും പറഞ്ഞു, എനിക്കറിയാം ഞങ്ങൾ നിന്നോട് സത്യം മറച്ചു വെച്ച് വലിയ തെറ്റാണ് ചെയ്തതെന്ന്. നിന്നെ പിരിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കൊണ്ടാടാ. ഈ അച്ഛനോട് ക്ഷമിക്ക്. എല്ലാം കേട്ട് വരുൺ വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, പിന്നെ എന്തിനാ എന്നോട് ഇപ്പം ഈ സത്യം പറഞ്ഞത്? അത് ഞാൻ പറയാം. അവരെ കൂട്ടാൻ വന്ന ആള് പറഞ്ഞു, ഞാൻ ശരവണൻ, വെട്രിയുടെ അച്ഛൻ RK സാറിൻ്റെ വിശ്വസ്തനാണ്. മകൻ്റെ മരണവാർത്ത അറിഞ്ഞ ശേഷം RK സാർ ആകെ തകർന്നു പോയിരുന്നു. പിന്നെ നീ എവിടെയാണെന്ന് അന്വേഷിക്കുകയായിരുന്നു. ഈ ഇടയിലാണ് അദ്ദേഹം നിന്നെക്കുറിച്ച് അറിയുന്നത്. മകൻ നഷ്ടപ്പെട്ടത് താൻ കാരണമാണെന്ന വേദനയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ആ വാർത്ത ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ശരവണൻ വരുണിനെ നോക്കി എന്നിട്ട് ഒരു നെടുവീർപ്പിട്ട ശേഷം വീണ്ടും പറഞ്ഞു, RK സാർ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ നിന്റെ പേരിൽ എഴുതി വെച്ചു. ഇപ്പോൾ ഊട്ടിയിലും തമിഴ്നാട്ടിലെയും പല സ്ഥലങ്ങളിലായി കിടക്കുന്ന RK ഗ്രൂപ്പിൻ്റെ കോടികളുടെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിൽ. എല്ലാം ഒരു മരവിപ്പോടെ കേട്ടു നിന്നു. അവൻ താൻ കാണുന്നത് സ്വപ്നമാണ് എന്നുവരെ തോന്നി. മോനെ വരുൺ. RKയുടെ വിളി കേട്ടാണ് വരുൺ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നത്. മോനെ വരുണേ, നീ ഈ സത്യം എത്ര വേണമെങ്കിലും മറച്ചു വെച്ചോ. പക്ഷേ RK പെട്ടെന്ന് പറയുന്നു നിർത്തി. എന്നിട്ട് അനാമികയെ നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു, നിന്റെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞ കാര്യം എത്ര നാൾ മറച്ചു വെക്കും? എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ആഗ്രഹിക്കാതെയാണ് ഈ കല്യാണം നടന്നതെന്ന്. പക്ഷേ പെട്ടെന്ന് നിർത്തി. അനാമികയുടെയും വരുണിനെയും നോക്കി പറഞ്ഞു, നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചത് ഞാൻ അറിഞ്ഞു. അത് എൻ്റെ തീരുമാനമാണ്. കല്യാണം മറച്ചു വെക്കുന്നത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനാമിക പറഞ്ഞത് കേട്ട് RK വരുണിനെ നോക്കി. അവൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. വരുണിൻ്റെയും അനാമികയുടെയും കല്യാണം എങ്ങനെ നടന്നു? ഈ സത്യം കീർത്തന അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അനാമികയും വരുണും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം RK അറിഞ്ഞു. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അനാമികയാണ് ഡിവോഴ്സിന് മുൻകൈ എടുത്തത് എന്നറിഞ്ഞു. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ.